ഹലോ, എന്തൊക്കെ വിശേഷം? അപ്പോൾ ഇന്ന് ശനി ഞായർ ദിവസം പറഞ്ഞല്ലോ, അപ്പോൾ അവധി ദിനമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തുണ്ട് കാലു നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ 2 ദിനം ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മൾ ഹോളിഡേ ചിലവഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കാപ്പാട് ബീച്ചിലേക്ക് വന്നതാണ്, കാപ്പാട് ബീച്ച്. അപ്പോൾ എന്താണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് അവധിക്കാലം ചിലവഴിക്കുന്നത്? അവധി ദിനങ്ങൾ, ഹോളിഡേയ്സ് എങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചിലരൊക്കെ ഉറങ്ങി ഉച്ചവരെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ശീലമുണ്ടോ? അതുപോലെ ഒരു ഞായറാഴ്ച ഉച്ചവരെ ഉറങ്ങുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കങ്ങനെ ശീലമുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ അവധി ചിലവഴിക്കുന്നത്? നിങ്ങളെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളുടെ ഒരു ദിനം കടന്നു പോകും എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും ശരിയാണ്. അപ്പോൾ അതെങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ഫ്രൂട്ട്ഫുള്ളായി നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു. അപ്പോൾ യാത്രകൾ അതെങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിനെ വിമലീകരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും യാത്രകൾ ഒരു വലിയ ടൂൾ തന്നെയാണ്. എന്താണ് കാലു? ഇതിനിടയ്ക്ക് എന്നോട് ചോദിക്കാൻ ശ്രമിക്കുകയാണ്. 2 ബ്ലോഗർമാർ ഒരുമിച്ച് കൂടിയാനുള്ള പ്രശ്നമാണ്. അപ്പോൾ അവനതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, എങ്ങനെയാണ് ഒരു അവധി ദിനം നിങ്ങൾ ചിലവഴിക്കുന്നത്? നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സാണ്. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, തിരക്കിനെ കുറിച്ച് പറയുകയാണ്. പലരും പല തിരക്കിൻ്റെ പിടിയിലാണെന്ന് പറയും, ഒന്നിനും സമയമില്ല എന്ന് പറയും. പിന്നെ എന്തിനാണ് നമ്മൾ സമയമുള്ളത്? നമ്മുടെ സമയം കഴിഞ്ഞിട്ട് മതി മറ്റുള്ള കാര്യങ്ങൾ. അതാണ്. അപ്പോൾ അത് ഏതൊരു മേഖലയിലായാലും ആത്മാവിന് വേണ്ടി, സ്വത്വത്തിന് വേണ്ടി സമയം ചിലവഴിച്ചിട്ട് മതി മറ്റുള്ള കാര്യങ്ങൾ. അതിനി ലെഷർ ടൈം ആയാലും ഇനി ജോലി ആയാലും എന്തൊക്കെ തന്നെ. പിന്നെ ഈ ജോലി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സമയം ചിലവഴിക്കണം. അതുപോലെ ധനകാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, കടം വാങ്ങി നമ്മുടെ പണം അവരുടേതാക്കി മാറ്റുന്ന ആളുകളുണ്ട്. നമ്മൾ അധ്വാനിച്ച പണം ഒരു സംസാരത്തിലൂടെ അവരുടേതാക്കി മാറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെ പലരും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലൈഫ് അത് നമ്മുടേതാണ്, അത് നമ്മുടേതാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതേതൊരു കാര്യമാണെങ്കിലും നമുക്ക് സംതിങ് സ്പെഷ്യൽ. ആദ്യം നമുക്കെന്ത് കിട്ടും എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കണം. അതിനുശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ തീരെ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നവർ, പണ്ടൊരുത്തൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ സമയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് കൊടുത്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പിന്തുടരേണ്ടത്. അമിതമായ തിരക്കുകൾ, വറീസ്, ടെൻഷൻസ്, ഡിപ്രഷൻ, ഇവയൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം, വിശ്രമം, വിനോദം, ഇവയ്ക്കൊക്കെ സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതെത്ര തിരക്കിനിടയിലും നമ്മൾ കണ്ടെത്തിയിരിക്കണം. തിരക്ക് നമുക്ക് ആവശ്യമുള്ള തിരക്കായിരിക്കണം. നല്ല കടം എന്നൊക്കെ പറയുന്ന പോലെ, കടം 2 തരത്തിലുണ്ടല്ലോ, നല്ല കടം, ചീത്തക്കടം. നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കടങ്ങളുണ്ട്, എന്നാൽ നമ്മെ പ്രതിസന്ധിയിലാക്കുന്ന കടങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും. തിരക്കുകൾ അത് നമുക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ടെൻഷൻ അത് നമുക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നല്ല ഒരു ഹോളിഡേ ആശംസിക്കുന്നു.